I know the love of Jesus that flows through years. It calms my heart. I am a new man. God uses me for Him. Live what I love. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കാൽവരിനാഥം മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാമെന്ന ഈ സോം പ്രോഗ്രാമിലേക്ക് എല്ലാ ദൈവമക്കൾക്കും പ്രാർത്ഥനയോടെ ദൈവനാമത്തിൽ സ്വാഗതം അരുളുന്നു. നമ്മുടെ പ്രോഗ്രാമിൻ്റെ 143 എപ്പിസോഡാണ് ഇന്ന് രാത്രി നാം പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്നത്. കടന്നു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പതിവ് പോലെ ഇന്നും അനുഗ്രഹീതമായ ചില ഗാനങ്ങളും അനുഗ്രഹീതമായ ജീവിത ഗന്ധിയായ ചില സാക്ഷ്യങ്ങളും ദൈവവചന സന്ദേശവും കേട്ട് നമുക്ക് സന്തോഷത്തോടെ പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രിയിലും കർത്താവ് ജീവിത സാക്ഷ്യങ്ങളിലൂടെയും ദൈവവചനത്തിലൂടെയും ഗാനത്തിലൂടെയും നമ്മളോട് സംസാരിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസൻ തോമസ് എബ്രാങ്കിൾ നമ്മളോടുകൂടെയുണ്ട്. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് നമ്മുടെ പ്രോഗ്രാം ദൈവനാമ മഹത്വത്തിന് നിദാനമായി തീരട്ടെ. അനേക ഹൃദയങ്ങളിൽ അത് അനുഗ്രഹത്തിന് നിദാനമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ ദാസനെ എല്ലാ ബഹുമാനത്തോടെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്നേഹമേറിയ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അതുപോലെ എല്ലാ ശനിയാഴ്ചയും നടത്തുന്നത് പോലെ തന്നെ ഈ ആഴ്ചയിലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നിച്ച് കൂടിവരുവാൻ കർത്താവ് സഹായിച്ച കൃപയെ ഓർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾ തിരുമുമ്പിൽ കൂടി വരുമ്പോൾ അവിടുത്തെ മക്കളുടെ സാക്ഷ്യങ്ങളും പ്രബോധനങ്ങളും ഒക്കെ കേട്ട് കർത്താവെ സന്തോഷിപ്പാൻ ഞങ്ങൾക്കിന്നും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗീതങ്ങളിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. അവർക്ക് ആവശ്യമായിരിക്കുന്ന ദൈവകൃപ നൽകുകയും അവരെ പാടുന്ന ഗീതത്തിലൂടെ കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാനോടുന്ന് ഇടയാക്കി തീർക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇന്ന് കർത്താവെ സാക്ഷ്യത്തിനായിട്ട് ഞങ്ങൾ കേൾപ്പാൻ വന്നിരിക്കുന്ന പ്രിയ സഹോദരൻ ഇവാഞ്ചലിസ്റ്റ് വിഷ്വൽ കെ, അദ്ദേഹത്തെ തൃക്കരങ്ങളിൽ തരുന്നു. കർത്താവ് ആവശ്യമായ കൃപ നൽകണമേ. തൻ്റെ സാക്ഷ്യവും പ്രബോധനവും ഞങ്ങൾക്ക് ആത്മീയ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. ഇനിയും പലരും കൂടി വരുവാനുണ്ട്. അവരെയും തക്ക സമയത്ത് കൂട്ടിവരുത്തുവാൻ ഈ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ കോർഡിനേറ്ററായിട്ടും അതുപോലെ ഇതിൻ്റെ കാര്യങ്ങളെ നടത്തുന്ന പ്രിയപ്പെട്ടവരെ സന്തോഷിനെയും റോയ് ബ്രദറിനെയും അവിടുത്തെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. ആവശ്യമായ കൃപ കഴിഞ്ഞ നാളുകളിൽ അവർക്ക് നൽകിക്കൊടുത്തവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്നും ആവശ്യമുള്ള കൃപകളൊക്കെ നൽകി അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായ പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവെ, അവർക്ക് ആശ്വാസവും സൗഖ്യവും അവിടുന്ന് നൽകിക്കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഈ തരുണത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ എല്ലാ കൃപകൾക്കും കരുണകൾക്കുമായിട്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ നാമം ഞങ്ങൾ കൂടി മഹത്വപ്പെടുത്തണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ വലിയവർ താഴ്മയോടെ യാചിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ 143 എപ്പിസോഡാണ്. 142 എപ്പിസോഡും അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ വളരെ അനുഗ്രഹീതമായൊരു ഗാനം കർത്താവിൻ്റെ ദാസൻ ഉണ്ണി ത്യോബിയാസിൽ നിന്ന് കേൾക്കുവാൻ നമുക്കുണ്ട്. ആ പ്രിയപ്പെട്ടവരെ ദൈവനാമത്തിൽ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ജീവിത സാക്ഷ്യവും അനുഭവ സാക്ഷ്യങ്ങൾ അതുപോലെ ദൈവവചന ശുശ്രൂഷ അറിയിക്കുവാൻ ഇന്ന് രാത്രി നമ്മളോടൊപ്പമായിരിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് വിശാൽ കെ. അദ്ദേഹത്തിൻ്റെ പേര് കെ സെന്തിൽകുമാർ എന്നാണ്. തമിഴ്നാടിൻ്റെ പ്രദേശത്ത് നിന്ന് കർത്താവിൻ്റെ വിളി കേട്ട് ഉത്തർപ്രദേശിലേക്ക് കടന്നു ചെന്ന് അവിടെ മുസാഫർ നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദീർഘനാളുകൾ കർത്താവിൻ്റെ മഹത്തരമായ വേല ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹം ഇന്ന് രാത്രി നമ്മോടുകൂടെ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ ഫിന്നി വി ജോൺ, ഇവഞ്ചലിസ്റ്റ് ഫിന്നി വി ജോൺ ട്രിവാൻഡ്രം അവറുകൾ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായിരിക്കും.
ഈ രണ്ട് സഹോദരന്മാരെയും ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഒരു ഗാനം നമുക്കിത് കേട്ട് മടങ്ങി വരാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ ഗാനം എന്തു മനോഹരം കർത്താവേ നിൻമുഖം എന്ന് തുടങ്ങുന്ന അനുഗ്രഹീതമായ ഒരു ഗാനമാണ്. ആ ഗാനം രചിച്ചത് കർത്താവിൻ്റെ ദാസൻ തോമസ് ഏബ്രാങ്കിളാണ്. അദ്ദേഹം അനേക ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനേക ഗ്രന്ഥങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ അനേക ഗാനങ്ങളിൽ ഒരു ഗാനം എന്തു മനോഹരം കർത്താവേ നിൻമുഖം എന്ന് തുടങ്ങുന്ന ഗാനം ബ്രദർ ഉണ്ണി തോബിയാസ് അവറുകൾ ആലപിക്കുന്നു. ആ ഗാനം കേട്ട് നമുക്ക് മടങ്ങി വരാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്തു മനോഹരം കർത്താവേ നിൻമുഖം ചിന്തുന്ന ശോഭയെ ദർശിച്ചിടാൻ. എന്തു മനോഹരം കർത്താവേ നിൻമുഖം ചിന്തുന്ന ശോഭയെ ദർശിച്ചിടാൻ. നിൻമുഖ കാന്തിയെ കണ്ടവരെല്ലാരും തൊൽപാദം തന്നിൽ പണിഞ്ഞിടുന്നു. നിൻമുഖ കാന്തിയെ കണ്ടവരെല്ലാരും തൊൽപാദം തന്നിൽ പണിഞ്ഞിടുന്നു. ഞാനും തിരുമുഖം ആത്മാവിൽ ദർശിച്ചു തൃപ്പാദം തന്നിൽ പിടിയിടുന്നു. ഞാനും തിരുമുഖം ആത്മാവിൽ ദർശിച്ചു തൃപ്പാദം തന്നിൽ പിടിയിടുന്നു. എന്തു മനോഹരം കർത്താവേ നിൻമുഖം ചിന്തുന്ന ശോഭയെ ദർശിച്ചിടാൻ. തൈലം പൊഴിക്കുന്ന നിൻ വാക്കുകൾ എത്ര സുരഭില ആശിസ്സുകൾ. മൂറിൻ തൈലം പൊഴിക്കുന്ന നിൻ വാക്കുകൾ എത്ര സുരഭില ആശിസ്സുകൾ. അത്രമേലൻ മനസ്ഫീതമാക്കിയിടുവ തത്തുല്യ വാക്കുകൾ നില്ലീഹത്തിൽ. അത്രമേലൻ മനം സ്ഫീതമാക്കിയിടുവ തത്തുല്യ വാക്കുകൾ നില്ലീഹത്തിൽ. എന്തു മനോഹരം കർത്താവേ നിൻമുഖം ചിന്തുന്ന ശോഭയെ ദർശിച്ചിടാൻ. എന്തു മനോഹരം കർത്താവേ നിൻമുഖം ചിന്തുന്ന ശോഭയെ ദർശിച്ചിടാൻ. കരുണരസരാശ നിൻകായ ഭംഗിയിൽ വെണ്മയോടു ചുവപ്പേകിടുന്നു. കരുണരസരാശ നിൻകായ ഭംഗിയിൽ വെണ്മയോടു ചുവപ്പേകിടുന്നു.
സൂര്യകാന്തത്തോടു പത്മരാഗം ചേർന്ന ഉജ്ജ്വല തേജസം പൂർത്തിഭാവം. സൂര്യകാന്തത്തോടു പത്മരാഗം ചേർന്ന ഉജ്ജ്വല തേജസം പൂർത്തിഭാവം. എന്തു മനോഹരം കർത്താവേ നിൻമുഖം ചിന്തുന്ന ശോഭയെ ദർശിച്ചിടാം. എന്തു മനോഹരം കർത്താവേ നിൻമുഖം ചിന്തുന്ന ശോഭയെ ദർശിച്ചിടാം. കാന്തിയിൽ ഞങ്ങളിരുന്നിത തൃപ്പാദ സേവയിൽ തൂകിടുന്നു. നിൻമുഖ കാന്തിയിൽ ഞങ്ങളിരുന്നിത തൃപ്പാദ സേവയിൽ തൂകിടുന്നു. സ്തോത്രം സ്തുതി ബഹുമാനം ഇവയേൽക്കാൻ നീ മാത്രം യോഗ്യനനുവാസരം. സ്തോത്രം സ്തുതി ബഹുമാനം ഇവയേൽക്കാൻ നീ മാത്രം യോഗ്യനനുവാസരം. എന്തു മനോഹരം കർത്താവേ നിൻമുഖം ചിന്തുന്ന ശോഭയെ ദർശിച്ചിടാൻ. എന്തു മനോഹരം കർത്താവേ നിൻമുഖം ചിന്തുന്ന ശോഭയെ ദർശിച്ചിടാൻ. പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ. ദേവസുധൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ.
കുരിശു ചുമന്നവൻ ഗിരിമുകളേറി തിരിച്ചു കൈകാലുകളെ അതിന്മേൽ. കുരിശു ചുമന്നവൻ ഗിരിമുകളേറി തിരിച്ചു കൈകാലുകളെ അതിന്മേൽ. ശരിക്കിരുപ്പാണികൾ തറപ്പതിനായി അതു സ്മരിക്കുകിൽ വിസ്മയനീയം. ശരിക്കിരുപ്പാണികൾ തറപ്പതിനായി അതു സ്മരിക്കുകിൽ വിസ്മയനീയം. ദൈവകരുണയിൻ ഘനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ദൈവകരുണയിൻ ഘനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ദൈവകരുണയിൻ ഘനമാഹാത്മ്യം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു സമയം, ഒരു ഗാനം നമുക്ക് കേൾക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. കർത്താവിന്റെ ദാസനെ ദൈവം ഏറ്റവും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസനും ഇവാഞ്ചലിസ്റ്റ് വിശാൽ കെ, ഞാൻ ഓർപ്പിച്ചതുപോലെ തമിഴ്നാടിന്റെ പ്രദേശത്തു നിന്ന് ഉത്തർപ്രദേശിലേക്ക് കടന്നു ചെന്ന് കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസനാണ്. ഇന്ന് രാത്രി അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളും ദൈവവചന സന്ദേശവും നമുക്ക് കേൾക്കാം. പ്രിയപ്പെട്ടവരെ, അത് വിവർത്തനം ചെയ്യുന്നത് കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഫിന്നി വി ജോൺ ആണ്. ഇരുവരെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആ കോഡിലെ ഇൻവൈറ്റ് ഡിയർ ബ്രദർ ഇവാഞ്ചലിസ്റ്റ് വിശാൽ കെ or K. Sindil Kumar from Tamil Nadu to take this time to share your life story or testimony along with the thoughts from the Word of God in this night. We are eagerly waiting to hear your testimony and the history from your working place, that is Musafar Nagar. May God bless you to take this time and share your testimony and all. അതുപോലെ തന്നെ ഫിന്നി ബ്രദറിനെയും രണ്ടുപേരെയും കർത്താവിന്റെ നാമത്തിൽ ഈ സമയം ഉപയോഗിക്കാനായിട്ട് പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യും. Greetings in the name of our Lord and Savior Jesus Christ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. It's a great pleasure for me to meet you all in this through this Zoom medium. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾ എല്ലാവരെയും കാണാൻ ഇടയാക്കിയ ദൈവത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Yeah, without wasting any time, I would like to directly jump into my testimony on how God saved me and how God called me to His missions. അധികം സമയം കളയാതെ ദൈവം എന്നെ എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങളിലേക്ക് വിളിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. So as brother said, my name is Senthil Kumar and I am known by everyone as Vishal. സഹോദരൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ പേര് കെ സെന്തിൽ കുമാർ എന്നാണ്. എന്നാൽ എന്നെ വിശാൽ എന്ന പേരിലാണ് പലരും അറിയുന്നത്. So I am from Pondicherry. So my family, my mother, my father and I got an younger sister. ഞാൻ പോണ്ടിച്ചേരിയിൽ നിന്നാണ്. ഞാൻ എൻ്റെ സ്വദേശം, എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബത്തിൽ മാതാപിതാക്കളും ഒരു സഹോദരിയുമുണ്ട്. So I got married to Dali Maurya. She's my wife and it's been 2 years since we got married. സഹോദരൻ വിവാഹം ചെയ്തിരിക്കുന്നത് ദാലി മൗര്യ എന്ന് പറയുന്ന സഹോദരിയാണ്. താൻ 2 വർഷം മുമ്പാണ് താൻ വിവാഹിതനായി തീർന്നത്. Yeah, she is from Uttar Pradesh only, so I married a Uttar Pradesh girl. ദാലി മൗര്യ സഹോദരി ഉത്തർപ്രദേശിൽ നിന്നുള്ള വ്യക്തിയാണ്. So we actually are basically from a Hindu background and Lord saved us from a Hindu background. ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് ഹൈന്ദവ പശ്ചാത്തലമാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് എൻ്റെ കുടുംബം രക്ഷയിലേക്ക് വന്നത്. So first my mother came into saving knowledge. ആദ്യമായി രക്ഷയിലേക്ക് കടന്നു വന്നത് എൻ്റെ മാതാവാണ്. So through Sunday school I heard about Lord Jesus Christ. സൺഡേ സ്കൂൾ മുഖാന്തരമാണ് ഞാൻ കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായി തീർന്നത്. When I was studying in 11th standard, when I was hearing to eschatological messages, Lord came to my heart and that's when I committed my life to Him. അങ്ങനെ സൺഡേ സ്കൂൾ കാലഘട്ടങ്ങളിൽ ഭാവികാല ശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ, കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ
ഞാൻ കേൾക്കുകയും അങ്ങനെ ഞാൻ രക്ഷയിലേക്ക് കടന്നു വരികയും ചെയ്തു. So that day, Lord spoke to my heart, and that day I confessed my sins, and I accepted Lord as my personal Savior and personal Savior. അങ്ങനെ ആ നാളുകളിൽ കർത്താവ് എന്നോട് വ്യക്തിപരമായി സംസാരിക്കുകയും പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ ബോധ്യം വരികയും അങ്ങനെ കർത്താവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുകയും ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. So after 12th standard, I joined an engineering degree, and after 4 years of doing computer science engineering, then I worked in 3.5 years in IT industry. എൻ്റെ സ്കൂൾ പഠനത്തിന് ശേഷം ഞാൻ IT എഞ്ചിനീയറിംഗിൽ ഞാൻ ജോയിൻ ചെയ്തു. 4 വർഷത്തെ ആ പഠനത്തിന് ശേഷം ഞാൻ ഒരു IT കമ്പനിയിൽ ഞാൻ ജോലിക്ക് പ്രവേശിച്ചു. So when I was working in IT company, my personal relationship with God was very much weak, and I was really far away from God. അങ്ങനെ ഞാൻ ജോലിയുള്ള ബന്ധത്തിലായിരുന്നപ്പോൾ കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന് വളരെയധികം അകന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. So I was participating in all the church activities actively, but still my personal relationship with God was at stake. സഭയോടുള്ള ബന്ധത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ വളരെ ഉത്സാഹമുള്ളവനായിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ കഥാവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന് ഞാൻ വളരെയധികം അകന്നുപോയി എന്ന തോന്നൽ എനിക്ക് ഉണ്ടായി. So I was living a very hypocritic life even after getting saved. അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഒരു കപടഭക്തിയുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത് എന്ന തോന്നൽ അധികമായിട്ടുണ്ടാകുവാനായിട്ട് എനിക്ക് ഇടയായി തീർന്നു. But one fine day, Lord really convicted my my sins, and really He restored me in His first love. എന്നാൽ ചില നാളുകൾക്ക് ശേഷം ആ ആദ്യ സ്നേഹത്തിലേക്ക് കർത്താവുമായിട്ടുള്ള ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാനും ആ പിന്മാറ്റ അവസ്ഥയിൽ നിന്നൊക്കെ മടങ്ങി വരുവാനും ദൈവം എന്നെ അനുവദിച്ചു. So it was in the year of 2020, late 2020 and starting of 2021. അത് 2020 അവസാനവും 2021 ആരംഭത്തിലാണ് അങ്ങനെയുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായത്. So each and every day I was really enjoying the personal meditation I was having with the Lord. അങ്ങനെ ആ നാളുകളിൽ എല്ലാ ദിവസവും കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിൽ ആ ബന്ധം ആസ്വദിക്കുവാനും വചനം വായിക്കുവാനും ഒക്കെ എനിക്ക് ഇടയായി തീർന്നു. So when I was doing my personal meditations, many of my personal meditations were connecting to gospel preaching, and that was the burden Lord was creating in my heart consistently. അങ്ങനെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ആയിരുന്നപ്പോൾ വളരെ വ്യക്തിപരമായ എൻ്റെ ആ ധ്യാന ചിന്തകളിലെല്ലാം കർത്താവിന് വേണ്ടി സുവിശേഷവുമായി പോകണം എന്ന ആ ഭാരമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. Even in my friend circle, I started to share gospel continuously. I was not able to keep quiet at all. Lord was really firing me up in such a way that whoever I meet, I started to share His love. എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും മധ്യത്തിലും സുവിശേഷം അറിയിക്കാനുള്ള വലിയൊരു ആഗ്രഹവും അഭിവാഞ്ചയും എനിക്കുണ്ടായി. അതിൽ നിന്ന് ഒട്ടും തന്നെ പിന്നോട്ട് പോകുവാനായിട്ട് കഴിഞ്ഞില്ല. ദൈവം അതിനായിട്ട് എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. Each and every day, the burden to share gospel was increasing, but it was not at all decreasing. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുക എന്ന ഭാരം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഏറ്റവും അധികം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. Especially when I was in Sunday school, my Sunday school teacher gave me 2 books as a gift to me. സൺഡേ സ്കൂൾ കാലഘട്ടത്തിൽ എൻ്റെ ടീച്ചർ 2 പുസ്തകങ്ങൾ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിരുന്നു. One is Martyrs, and second one is the Puritans. രക്തസാക്ഷിയോടുള്ള ബന്ധത്തിലും അതുപോലെ തന്നെ പ്യൂരിറ്റൻസ് എന്ന ആ ഭാഗത്തോടുള്ള ബന്ധത്തിലുള്ള 2 പുസ്തകങ്ങളായിരുന്നു അത്. All these stories started to come in my mind after so many years. ഈ കഥകളെല്ലാം ചില വർഷങ്ങൾക്ക് ശേഷം ഞാൻ വായിച്ച കാര്യങ്ങൾ വീണ്ടും എൻ്റെ മനസ്സിലേക്ക് വരുവാനായിട്ട് ഇടയായി. So each and every day, the burden to share gospel, not only that, the burden to share gospel to the unreached places, it was growing like fire in my heart. അതിനാൽ തന്നെ ഓരോ ദിവസം കഴിയും തോറും സുവിശേഷം എത്തപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് സുവിശേഷം അറിയിക്കണം എന്നുള്ള വലിയ തീവ്രമായ ഒരു ഭാരം എൻ്റെ ഉള്ളിൽ ദൈവം തന്നുകൊണ്ടേയിരുന്നു. So I started to pray to God, Lord, what's happening in me? Why this burden is really pressing me like anything? But if it is you who is giving this burden, please, you yourself guide me.
അങ്ങനെ ഞാൻ ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ദൈവമേ, ഈ ഒരു ആഗ്രഹം നീയാണ് എനിക്ക് തരുന്നതെങ്കിൽ ആ കാര്യത്തിൽ കൂടുതൽ ഒരു നടത്തിപ്പ് ആലോചന എനിക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. I won't take any step at all because I'm tired of taking own steps. I want you to really guide me, and I want to understand your guidance. ഞാൻ സ്വയമായിട്ട് യാതൊന്നും ചെയ്യുകയില്ല. ദൈവത്തിന്റെ ആലോചന പ്രകാരം മാത്രമേ ഇനി കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് ചെയ്യുകയുള്ളൂ. കാരണം പല കാര്യങ്ങൾ ഞാൻ സ്വയമായി ചെയ്ത് അതിൽ ഞാൻ പരാജയപ്പെട്ടു പോയതുകൊണ്ട് അങ്ങനെ ഒരു ദൃഢമായ തീരുമാനം എടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. So I shared this burden to also to my evangelist, to my assembly evangelist. അങ്ങനെ ആ ഒരു തീരുമാനം, ആഗ്രഹം എൻ്റെ അസംബ്ലിയിലുള്ള സുവിശേഷകനോട് ഞാൻ പങ്കുവച്ചു. So months were passing away. So I was also working for Amazon actually as a third party in a third party company. അങ്ങനെ മാസങ്ങൾ പലതും കടന്നുപോയി. ഞാൻ ആമസോണിന് വേണ്ടി ആ നാളുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. But each and every day, my dears, this burden was not at all getting away from my heart, but it was growing. എന്നാൽ അങ്ങനെ ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നപ്പോൾ പോലും ഈ ആഗ്രഹം ഒരിക്കൽ പോലും എൻ്റെ മനസ്സിൽ നിന്ന് പോയില്ല എന്ന് മാത്രമല്ല, അത് ഏറ്റവും വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. One fine day, a brother named Suresh, he called my evangelist from Uttar Pradesh. അങ്ങനെ ഒരു ദിവസം ഒരു കർത്തദാസൻ സുരേഷ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ എൻ്റെ സഭയിലുള്ള ആ സുവിശേഷകനെ വിളിക്കുകയുണ്ടായി. So after this brother Suresh contacted my assembly's evangelist after 8 years. ഏകദേശം 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സുരേഷ് എന്ന് പറയുന്ന ഈ സഹോദരൻ എൻ്റെ സഭയിലെ സുവിശേഷകനുമായി ബന്ധപ്പെടുന്നത്. So he told, brother, in case if you know anyone who is having mission burden, please let us know so that we can take them for mission survey to Uttar Pradesh. അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത്: മിഷൻ പ്രവർത്തനങ്ങളുള്ള ബന്ധത്തിൽ ആർക്കെങ്കിലും ഭാരം ഉണ്ട് എങ്കിൽ ആ സഹോദരങ്ങളെ മിഷൻ ഫീൽഡിലേക്ക് ഒരു സർവേ എന്ന നിലയിൽ കൊണ്ടുപോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് താൻ അറിയിച്ചു. So my church evangelist immediately told, there is one boy in my assembly, he was continuously telling about this, so I will speak to him and let you know. അങ്ങനെ സഭയിലെ സുവിശേഷകൻ ഇങ്ങനെ ഒരു വ്യക്തി, എൻ്റെ സഭയിൽ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്നും ഇങ്ങനെ ഒരു ഭാരത്തെക്കുറിച്ചും ആഗ്രഹത്തെക്കുറിച്ചും തന്നോട് അറിയിച്ചു എന്നുള്ള കാര്യം ആ സുരേഷ് ബ്രദറിനെ താൻ അറിയിച്ചു. So when he told that, I was so happy, and immediately I said, yes, please, we'll plan for a trip to Uttar Pradesh. ഈ കാര്യത്തെക്കുറിച്ച് താൻ അറിഞ്ഞപ്പോൾ താൻ വളരെയധികം സന്തോഷിച്ചു. ഉടനെ തന്നെ ഉത്തർപ്രദേശിലേക്ക് എന്നെ കൊണ്ടുപോകണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചു. So I really forgot that I am working in a company and and a project is running and I can't get holidays. അതേസമയം ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ലീവ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായ കാര്യമാണ്. എന്നാൽ ആ സമയത്ത് ഈ കാര്യങ്ങളൊന്നും ഞാൻ ഓർത്തതേയില്ല. So when I told manager about this, that I am going for a mission trip, he told, what mission trip? Are you become crazy? We have so much of work here. Please do this, and later you don't get distracted by this and all. അങ്ങനെ ഞാൻ എൻ്റെ കമ്പനി മാനേജറിനെ ഈ കാര്യം അറിയിച്ചപ്പോൾ അദ്ദേഹം അതിനെ വളരെ പരിഹാസത്തോടെയാണ് കണ്ടത്. എന്ത് മിഷൻ ട്രിപ്പ്? നമുക്ക് ഇവിടെ വേറെ ജോലികൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് അതിനെ പരിഹസിക്കുകയാണ് ഉണ്ടായത്. So I was so sad, but I asked Lord, if it is from you, help manager to send me, but I'm not going to stop. And I booked the tickets and everything. അങ്ങനെ ഞാൻ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ മാനേജറിന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കണമെന്നും എന്നെ ഇവിടെ നിന്ന് എനിക്ക് ലീവ് കിട്ടണമെന്നും ഒക്കെ ഞാൻ പ്രാർത്ഥിച്ചു. അതേസമയം തന്നെ ഞാൻ പിന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിച്ചില്ല. ഞാൻ ആ സമയത്ത് തന്നെ ടിക്കറ്റുകളെല്ലാം ബുക്ക് ചെയ്യുകയും ചെയ്തു. So after 10 days again I went to manager and asked, sir, I really want to go, at least you give me permission for 10 days. അങ്ങനെ വീണ്ടും ചില ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ മാനേജറിനെ പോയി കണ്ടു. 10 ദിവസത്തേക്കെങ്കിലും ഒരു അനുവാദം ലീവ് തരണമേ എന്ന് ഞാൻ അപേക്ഷിച്ചു. So he was so surprised and he told, you are really pissing me off, don't even ask about this, I'm not going to give you any holidays. എന്നാൽ മാനേജർ വളരെ കോപിഷ്ഠനായിട്ട് ഇപ്രകാരം പറഞ്ഞു, ഈ കാര്യമായിട്ട് ഇനി എൻ്റെ മുമ്പിൽ വരാൻ പാടില്ല, ഞാൻ യാതൊരു ലീവും നിനക്ക് തരികയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു.
Then I told, what is the last step, sir? What is the only way so that I can go? He told, you need to resign your job, then you go. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് അതിനുള്ള ഒരു മാർഗം, എനിക്ക് എന്തായാലും പോയേ പറ്റൂ. അപ്പോൾ മാനേജർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ജോലി രാജി വെക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞു. I started to think about that option because I thought, yeah, it's a nice option. Yeah, I can resign my job and I can go. അങ്ങനെ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. ജോലി രാജിവെക്കുന്നതിനുള്ള ബന്ധത്തിലുള്ള ചില കാര്യങ്ങൾ ഞാൻ ആലോചിച്ചു തുടങ്ങി. But really, that time my family was in a very bad condition, and I'm the eldest son, and my father was also in a very bad shape. But I don't know, Lord really, didn't make me to think that and all. എന്നാൽ അതേസമയം എൻ്റെ കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥ വളരെ വളരെ പരിതാപകരമായിരുന്നു. എൻ്റെ പിതാവിനും വളരെ ആരോഗ്യം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് എന്നാലും അതിന്റെ മധ്യത്തിലും പോകണമെന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നത്. So when I was started to think about resigning, my manager saw my face and he told, okay, you do one thing. അങ്ങനെ റെസിഗ്നേഷനുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ എൻ്റെ മാനേജർ ഒരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞു. So he told, you ask all the teammates and tell that your work they should do it, then you can go. എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ ജോലി ചെയ്യാം എന്ന് ഏൽക്കുകയാണെങ്കിൽ എനിക്ക് ലീവ് തരാം എന്ന് മാനേജർ എന്നോട് പറഞ്ഞു. And the whole teammates agreed to that, and I got holidays for 15 days. എന്നാൽ എൻ്റെ സഹപ്രവർത്തകർ അതിന് തയ്യാറായി. അങ്ങനെ 15 ദിവസത്തേക്ക് എനിക്ക് ലീവ് സാങ്ഷനായി. So that time Lord taught me, you take the faith steps and I will do everything for you. അങ്ങനെ നിനക്ക് പറ്റുന്ന കാര്യങ്ങൾ നീ ചെയ്താൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം എന്ന് ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു. Then I came to Uttar Pradesh, and for 2 weeks we surveyed almost 7 districts in Uttar Pradesh. അങ്ങനെ ഞാൻ ഉത്തർപ്രദേശിലേക്ക് വരികയും ഉത്തർപ്രദേശിലെ 7 ജില്ലകൾ സന്ദർശിക്കുവാനുമായിട്ട് ഇടയായി തീർന്നു. And my heart was burning in fire, and I felt that I came to the source of my burden. അങ്ങനെ എൻ്റെ തീവ്രമായ ആഗ്രഹത്തിലേക്ക് ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നു എന്ന് എൻ്റെ ഹൃദയം എന്നോട് പറഞ്ഞു. The Lord spoke to me very clearly through John chapter 4 that I am calling you to this field to work. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിലുള്ള ആ ഒരു കോള്, ഈ ഒരു കോളിലേക്കാണ് 4-ാം അധ്യായത്തിലൂടെ നിന്നെ ഞാൻ ഈ പ്രവർത്തനങ്ങളിലേക്ക് വിളിച്ചിരിക്കുന്നു എന്ന് ദൈവം എന്നോട് പറഞ്ഞു. So when I was after all the survey trip with so much of burden in my heart, I was returning back to Tamil Nadu. അങ്ങനെ 7 ജില്ലകൾ സന്ദർശിച്ച ആ സർവേ ട്രിപ്പിന് ശേഷം ഞാൻ തമിഴ്നാട്ടിലേക്ക് മടങ്ങിപ്പോയി. So when I was traveling in train, I met a Punjabi in my own compartment. അങ്ങനെ ഞാൻ ട്രെയിൻ യാത്രക്കിടയിൽ ഒരു പഞ്ചാബിൽ നിന്നുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. So later I came to know that he was a Punjabi. So he was so sad, and his face was very it was so sad. ആ മനുഷ്യന്റെ മുഖം അദ്ദേഹം വളരെ വിഷണ്ണനായിട്ട് ഇരിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. So I was praying to God, give me an opportunity to share gospel to him, and please Lord, I don't know any language, but you give me an opportunity. കർത്താവേ, ഈ മനുഷ്യനോട് സുവിശേഷം അറിയിക്കുവാനുള്ള ഒരു അവസരം എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ആ ഭാഷ അറിയില്ല എങ്കിലും ഏതെങ്കിലും രീതിയിൽ സുവിശേഷം അറിയിക്കണമെന്ന ആഗ്രഹം എന്നിലുണ്ടായി. So after some time that man himself called me, and he started to have a conversation with me, and slowly that conversation led to gospel. അങ്ങനെ എന്നാൽ ചില മിനിറ്റുകൾക്ക് ശേഷം ആ മനുഷ്യൻ തന്നെ എന്നോട് സംസാരിക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആ സംഭാഷണം സുവിശേഷത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. So after a long time that man became stuck, and he told, brother, I thought all the problem was outside, but now I understand the problem is inside. ചില മിനിറ്റുകൾക്ക് ശേഷം അദ്ദേഹം പ്രകാരം പറയുകയുണ്ടായി, പ്രശ്നങ്ങളെല്ലാം പുറമേയുള്ള പ്രശ്നങ്ങളല്ല, യഥാർത്ഥ പ്രശ്നം എൻ്റെ ഉള്ളിലാണ് എന്ന കാര്യം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. So where you learned all this? ഈ കാര്യങ്ങളൊക്കെ താങ്കൾ എങ്ങനെയാണ് പഠിച്ചതെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. Then I gave an Hindi Bible to him because in our survey trip, a brother named Charlie John, he gave Hindi Bible to everyone. അങ്ങനെ ആ പഞ്ചാബിലുള്ള മനുഷ്യന് ഞാനൊരു ഹിന്ദി ബൈബിൾ കൊടുക്കുകയുണ്ടായി. ആ മിഷൻ ട്രിപ്പിനിടയിൽ ചാർലി ജോൺ ആണ് എനിക്ക് ആ ബൈബിൾ തന്നത്. So he took the Bible and he did like this, and he kept in his pocket. അദ്ദേഹം ആ ബൈബിൾ എടുത്തു തന്റെ ബാഗിലേക്ക് വെച്ചു. He told,
അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, the message you are telling is very much needed in Muzaffarnagar, Meerut, Deoband, and Saranpur in Uttar Pradesh. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് താന് സംസാരിച്ച ആ ആ സുവിശേഷം മുസഫർനഗർ, ദിയോബണ്ട്, മീറത്ത് എന്നീ സ്ഥലങ്ങളിൽ പ്രസംഗിക്കപ്പെടണമെന്ന് ആ പഞ്ചാബി മനുഷ്യൻ തന്നെ എന്നോട് പറഞ്ഞു. He said these places are very danger in Uttar Pradesh. വളരെ അപകടം പിടിച്ച 3 സ്ഥലങ്ങളാണ് ഇത് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. You can't even walk alone in night because people will really rob you. കാരണം രാത്രി സമയങ്ങളിൽ ഒറ്റയ്ക്ക് നടക്കുവാൻ പറ്റാത്ത ഒരു മേഖലയാണ് അവിടെ. കൊലപാതകങ്ങളും കൊള്ളയടിയും ഒക്കെ വളരെ ധാരാളമുള്ള ഒരു സ്ഥലമാണ്. And he said it is a much crime rated in India place. വളരെയധികം ഇന്ത്യയിൽ വളരെയധികം കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലങ്ങളെന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. That's how first time I heard about Muzaffarnagar. ആ സമയത്താണ് മുസഫർനഗർ എന്ന സ്ഥലത്തെ പറ്റി ആദ്യമായി ഞാൻ കേൾക്കുന്നത്. So a stranger who heard gospel for the first time, he told that this gospel which you are saying is very much needed in these places. അങ്ങനെ ഞാൻ സുവിശേഷം പങ്കുവച്ച ഒരു അപരിചിതൻ തന്നെ എന്നോട് ഞാൻ പോകേണ്ട സ്ഥലങ്ങളെ കുറിച്ച് പറയുന്ന വളരെ അത്ഭുതകരമായ ഒരു സംഭവമാണ് അന്ന് നടന്നത്. Then I returned back to Pondicherry and I resigned my job. I don't want to tell all the stories. Then I was praying what to do next. അങ്ങനെ ഞാൻ പോണ്ടിച്ചേരിയിൽ മടങ്ങിയെത്തി. ഞാൻ മറ്റു കാര്യങ്ങളൊന്നും, ഞാൻ എൻ്റെ ജോലി രാജിവെച്ചു. അതിനുള്ള ബന്ധത്തിൽ മറ്റു കാര്യങ്ങളൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ തുടർന്നും മറ്റ് ആ സ്ഥലങ്ങളിലേക്ക് പോകണമെന്നുള്ള കാര്യം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. My whole church and my family and my office and my friends, everyone were scolding me like anything. എൻ്റെ കുടുംബവും എൻ്റെ സഭയിലുള്ള വിശ്വാസികളും അതുപോലെ മറ്റ് സുഹൃത്തുക്കളും ഒക്കെ എന്നെ വളരെയധികം വഴക്ക് പറഞ്ഞു. But the burden I was having in my heart was burning like anything that I need to go to Uttar Pradesh. എന്നാൽ അതേസമയം ആ ഒരു ഭാരം എന്നിൽ ഏറ്റവും അധികം ഉത്തർപ്രദേശിലേക്ക് പോകണമെന്നുള്ള ഭാരം എന്നിൽ അധികം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. So after 1.5 months, one night I was crying to Lord, what I should do. I don't know what I should do. Everyone are scolding. I don't know what I should do ahead. അങ്ങനെ 1-2 മാസങ്ങൾ കടന്നുപോയി. ഞാൻ വളരെയധികം കരഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. കാരണം എല്ലാവരും എന്നെ ഇതൊന്ന് പിന്തിരിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വളരെ മുട്ടിപ്പായിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. So one night I got a call from an unknown number and when I answered the call, it was Brother Charlie John from Agra. അങ്ങനെ ഒരു ദിവസം രാത്രി ഒരു അൺനോൺ നമ്പറിൽ നിന്നുള്ളൊരു കോൾ എനിക്ക് ലഭിച്ചു. അത് മറ്റാരുമല്ലായിരുന്നു, കർത്താസൻ ചാർലി ജോൺ, ആഗ്രയിലുള്ള ചാർലി ജോൺ സഹോദരനായിരുന്നു. He told that my mother is all continuously getting your thought because when you came to survey, she saw you and she's saying that she needs to teach you Hindi. അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത്: എൻ്റെ മാതാവ് വളരെയധികം ഈ സഹോദരനെ കാണുവാനും ആ സഹോദരനെ ഹിന്ദി പഠിപ്പിക്കുവാനും ആഗ്രഹമുണ്ട് എന്ന് ചാർലി ജോൺ സഹോദരന്റെ മാതാവ് തന്നെ ഓർപ്പിച്ചു. I was so happy and immediately I booked the ticket and I just went to Agra. ആ കാര്യം കേട്ടപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. ഉടനെ തന്നെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആഗ്രയിലേക്ക് പോയി. So his mom taught me to read and write Hindi from A to all the I started to read in just 2 weeks. അങ്ങനെ ചാർലി ജോൺ സഹോദരന്റെ ഭവനത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ മാതാവ് പ്രിയ സഹോദരനെ ഹിന്ദി പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. വളരെ ബേസിക് ആയിട്ടുള്ള ലെവലിൽ ആ കാര്യം പഠിപ്പിക്കുവാനായിട്ട് എനിക്കിടയായി തീർന്നു. So for 3 months I stayed in Agra and I learned the language and also I got an opportunity to visit localized people and understand their culture. അങ്ങനെ 3 മാസം ആഗ്രയിൽ താമസിച്ച് ഹിന്ദി ശരിക്കും പഠിക്കുവാനും അവിടെയുള്ള ആളുകളുമായിട്ട് സംവദിക്കുവാനും ഒക്കെ എനിക്ക് ഇടയായി തീർന്നു. So after that I went to another missionary place called Amity in Uttar Pradesh. അതിനുശേഷം ഉത്തർപ്രദേശിലെ അമേത്തി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നു പോകാനായിട്ട് എനിക്ക് ഇടയായി തീർന്നു. So there I stayed for almost 4 months. അവിടെ 4 മാസക്കാലം ഞാൻ താമസിച്ചു. So there I got a ample experience of a field that brother took me to field daily and made me to share gospel to the people. അവിടെ വളരെയധികം അനുഭവം എനിക്ക് ലഭിച്ചു. പ്രത്യേകിച്ച് പ്രവർത്തന മേഖലകളിൽ കടന്നു ചെന്ന് പ്രവർത്തിക്കാനുള്ള വലിയ അനുഭവ സമ്പത്ത് ആ സ്ഥലങ്ങളിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി.
I was not able to speak Hindi at all, but I was crying to Lord, Lord, if you are not going to give me Hindi, I'm going away from this place. അപ്പോഴും ഹിന്ദി സംസാരിക്കുവാൻ അല്പം അത് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, ദൈവമേ ഹിന്ദി എന്നെ അധികമായിട്ട് പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. So one fine day, I started to speak Hindi automatically, and people started to understand a little bit. Even though that was broken Hindi, with that broken Hindi, I shared gospel to each and everyone wherever I went. എന്നാൽ ചില നാളുകൾക്ക് ശേഷം വളരെ കൃത്യമായിട്ട് ഹിന്ദി സംസാരിക്കുവാനും അത് കേൾവിക്കാർക്ക് മനസ്സിലാക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. So in that broken Hindi, Lord saved some souls, and those souls are now in that local assembly in Amity. അങ്ങനെ ഞാൻ പഠിച്ച മുറി ഹിന്ദിയിൽ അനേകരോട് സുവിശേഷം പ്രസംഗിക്കുകയും അനേകർ രക്ഷിക്കപ്പെടുകയും ആ രക്ഷയിലേക്ക് വന്ന ആളുകൾ ഇപ്പോഴും ആ സഭയിൽ സഭാകൂടി ഉണ്ട് എന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. So in that same Hindi, when I was preaching, almost half of the village came to beat me also. അങ്ങനെ ഞാൻ ഹിന്ദി സംസാരിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ആ വില്ലേജിൽ നിന്ന് പല ആളുകൾ കടന്നു വന്ന് അത് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. But Lord saved me. അവിടെ എല്ലാം ദൈവം എന്നെ രക്ഷിച്ചു. So then after that, I was praying, Lord, what's next? Then Lord reminded me about this Muzaffarnagar. അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചു, എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പ്രാർത്ഥിച്ചു. മുസഫർ നഗറുള്ള ബന്ധത്തിലും ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. So I came to Muzaffarnagar to just survey. വീണ്ടും മുസഫർ നഗറിലേക്ക് ഞാൻ ചില കാര്യങ്ങൾ ഒന്ന് സർവേ ചെയ്യുവാനായിട്ട് എത്തി. And when I was roaming in the streets, one person stopped me and he told, "Who are you? Where are you from?" And he started to scold me. അങ്ങനെ അവിടെ ആ സ്ഥലത്തിലൂടെയൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു അപരിചിതൻ വന്ന് എന്നെ തടയുകയും നീ ആരാണ് എന്ന് ചോദിക്കുകയൊക്കെ ചെയ്തു. Then I told, "Sir, I am an engineer. I am planning to stay in Muzaffarnagar." He asked, "Why you want to stay in Muzaffarnagar?" ഞാനൊരു എഞ്ചിനീയർ ആണെന്നും എനിക്ക് മുസഫർ നഗറിൽ താമസിക്കണമെന്നും ഞാൻ പറഞ്ഞപ്പോൾ എന്തിന് നീ ഇവിടെ താമസിക്കണമെന്ന ചോദ്യം അദ്ദേഹം ചോദിച്ചു. So I told him, "Sir, I want to help your people to learn a good education, and also I want to tell you about the real God, that is Lord Jesus Christ, and I want to speak about Bible." ഇവിടെയുള്ള ആളുകളിലേക്ക് സുവിശേഷം എത്തിക്കുവാനും ദൈവത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ പറയുവാനും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ഇവിടെ താമസിക്കുന്നതെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. He told, "Please put a chair for this guy." ഈ മനുഷ്യന് ഇരിക്കുവാനായിട്ട് കസേര ഇട്ട് കൊടുക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. He told, "Please bring tea for him." അദ്ദേഹത്തിന് ചായ കൊടുക്കുവാനായിട്ട് പറഞ്ഞു. Then he told, "Sir, people who does good things are not at all coming to this Muzaffarnagar because they are afraid of this place." നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ആരും ഈ മുസഫർ നഗറിലേക്ക് വരുന്നില്ല, കാരണം അവർക്കെല്ലാം ഈ സ്ഥലത്തെ ഓർക്കുമ്പോൾ പേടിയാണ് എന്ന് ആ അപരിചിതൻ എന്നോട് പറഞ്ഞു. But you want to come, sir. Whatever help you need, please let us know. We will do it for you. എന്നാൽ ഇവിടെ വരുവാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് സഹായവും ഞാൻ ചെയ്യാം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. I felt like the city was calling me. ആ പട്ടണം എന്നെ മാടി വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. That's all. I just packed my things and I started to hunt for home, and I got a place to stay also. Pardon, can you repeat? So after that, I packed my things. I started to search for home to stay, and I also got a single room in Muzaffarnagar. അങ്ങനെ മുസഫർ നഗറിൽ തന്നെ ഒരു വീട് അന്വേഷിക്കുവാനും അവിടെ റെന്റിന് ഒരു വീട് എടുക്കുവാനുമായിട്ട് എനിക്ക് ഇടയായി തീർന്നു. So for almost 1 year, I was staying alone in a home in Muzaffarnagar, a small room. അങ്ങനെ ഒരു വർഷക്കാലം ഒരു ചെറിയ റൂമിൽ വാടകയ്ക്ക് താമസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. So that time, so much of struggles were there. ആ സമയത്ത് വലിയ വെല്ലുവിളികൾ നേരിടുന്നതായിട്ട് വന്നു. Financially, mentally, and in every aspect, there was unspeakable challenges. സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും മറ്റെല്ലാ മേഖലകളിലും വലിയ വെല്ലുവിളികൾ ആ കാലഘട്ടങ്ങളിൽ നേരിടേണ്ടതായിട്ട് വന്നു. One time thieves stole my whole kitchen actually. ഒരു സമയത്ത് കള്ളന്മാർ കയറി എന്റെ വീട് മുഴുവൻ കൊള്ളയടിക്കുകയുണ്ടായി. So it was a very tough time those days. വളരെ പ്രയാസത്തിലൂടെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയ നാളുകളായിരുന്നു അത്. The room which I was staying was filled with rats.
ആ ഞാൻ താമസിക്കുന്ന റൂം മുഴുവൻ എലികൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. So I used to kill almost 12 rats sometimes, 12 to 15 rats sometimes. ചില That was the ദിവസങ്ങളിൽ condition of the room. ഒരു ദിവസം 12 മുതൽ 15 എലികളെ വരെ കൊന്ന സമയങ്ങളുണ്ടായിരുന്നു. But I used to keep my room very clean, but still, that is the place where I was staying. വളരെ വൃത്തിയായി സൂക്ഷിക്കുമായിരുന്നു, എങ്കിലും ആ എലികൾ കടന്നു വരുമായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്തായിരുന്നു ഞാൻ താമസിച്ചത്. But in this time, Lord gave me one family as a contact, and in a village called Begra. എന്നാൽ ആ സമയങ്ങളിൽ ബെഗ്ര എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഒരു കുടുംബത്തെ ദൈവം എനിക്ക് തന്നു. I used to write 10 line, 15 line of message, and I used to go to that, I used to go to their home and just read it out. ഞാൻ ചില ലേഖനങ്ങൾ എഴുതുകയും ആ ലേഖനങ്ങൾ കൊണ്ട് ഭവനങ്ങളിൽ പോയി അത് വായിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. Because I don't know, at that time I was not able to speak very Hindi fluently and give messages and all. വളരെ വ്യക്തമായിട്ട് ഹിന്ദി സംസാരിക്കാൻ പറ്റാത്ത നാളുകളിൽ ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. But that family loved me so much. എന്നാൽ ആ കുടുംബം എന്നെ വളരെയധികം സ്നേഹിച്ചു. I used to sit with them in the mud floors, and I used to sit and eat with them, and we had a wonderful fellowship with them. ആ മണ്ണ് പാകിയ തറയിൽ ഇരുന്ന് അവരുമായിട്ട് ഭക്ഷണം കഴിക്കുവാനും കൂട്ടായ്മ ബന്ധത്തിൽ ഏർപ്പെടുവാനും ഒക്കെ ദൈവം എന്നെ സഹായിച്ചു. One fine day, both husband and wife, they committed themselves for Lord Jesus Christ, and they said, we want Lord Jesus Christ. Just like that, they accepted completely. അങ്ങനെ ഒരു ദിവസം ആ ഭാര്യയും ഭർത്താവും ഞങ്ങൾക്ക് കർത്താവിനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. Their elder son was in deathbed because of cancer. അദ്ദേഹത്തിന് അവരുടെ മൂത്ത മകൻ ക്യാൻസർ ബാധിച്ച് മരണക്കിടക്കയിലായിരുന്നു. When they accepted Lord Jesus Christ, that person, their son also died. അങ്ങനെ അവര് രക്ഷയിലേക്ക് വന്നപ്പോൾ അവരുടെ മകൻ മരിച്ചു പോവുകയും ചെയ്തു. When they died, when he died, I thought these people are going to get backslide. എന്നാൽ ആ മകൻ മരിച്ചതുകൊണ്ട് ഇവർ പിന്മാറ്റത്തിന്റെ അവസ്ഥയിലേക്ക് പോകുമെന്ന് ഞാൻ ചിന്തിച്ചു. But they told, we know where my son went. He went to be with Lord Jesus Christ, because you were telling there is a place where there is no pain, where there is no death. എന്നാൽ എൻ്റെ മകൻ കണ്ണുനീരും ദുഃഖവും പ്രയാസവും ഇല്ലാത്ത ആ നാട്ടിലേക്കാണ് പോയിരിക്കുന്നത് എന്ന വലിയ ഉറപ്പ് അവർക്കുണ്ട് എന്ന് അവർ പറയുകയുണ്ടായി. I was so surprised by seeing their faith. അവരുടെ വിശ്വാസം കണ്ട് ഞാൻ വളരെയധികം ആശ്ചര്യപ്പെട്ടു പോയി. Because their son, when he was about to die, he was telling Vishal Bhaiya, he told my name, and he loved Jesus Christ like anything. മരണക്കിടക്കയിൽ ആ മകൻ ഞാൻ കർത്താവിനെ വളരെയധികം സ്നേഹിക്കുന്നു വിശാൽ ഭയ്യ എന്ന് എന്നോട് പറയുകയുണ്ട്. So through them I got another family contact. അങ്ങനെ ആ കുടുംബം മുഖാന്തരം മറ്റൊരു കുടുംബവുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് എനിക്ക് ഇടയായി തീർന്നു. So that village called Jasoi. ആ വില്ലേജിന്റെ പേര് ജസോയി എന്നാണ്. So there I started to go and give Bible studies regularly. അവിടെ ബൈബിൾ സ്റ്റഡികൾ പതിവായിട്ട് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. So now it's been 2.5 years we go there in these villages. അങ്ങനെ ജസോയി എന്ന് പറയുന്ന വില്ലേജിലും കഴിഞ്ഞ 2.5 വർഷക്കാലമായി പോകുവാനായിട്ട് ദൈവം അനുവദിച്ചു. So now by God's grace we also started a small assembly in Jasoi. അങ്ങനെ ദൈവകൃപയാൽ ജസോയി ഗ്രാമത്തിൽ ഒരു ചെറിയ കൂടിവരവ് ആരംഭിക്കുവാനായിട്ട് ഇടയായി. We 5 people are doing bread breaking there every Sunday. ഞങ്ങൾ 5 പേര് എല്ലാ ഞായറാഴ്ചയും കടന്നു വന്ന് കർത്തൃമേശയിൽ പങ്കാളികളായി തീർന്നുകൊണ്ടിരിക്കുന്നു. We started assembly last month 23rd. 3 people got baptism, and me and my wife, we both 5 people we are taking part in bread and wine. കഴിഞ്ഞ മാസമാണ് കുടിവരവ് ആരംഭിച്ചത്. 3 പേര് അതിനോട് ബന്ധത്തിൽ സ്നാനപ്പെട്ടു. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും 3 പേരും മൊത്തം 5 പേര് ഈ കർത്തൃമേശയിൽ സംബന്ധിക്കുന്നുണ്ട്. So when I got the contact for Jasoi, that's when my proposal for marriage also came. ജസോയി വില്ലേജിലേക്ക് പോയ സമയത്താണ് സഹോദരന്റെ വിവാഹാലോചനകൾ വന്നത്. So then my marriage got proceeded, and I married
my wife Dali Moria. അങ്ങനെ സഹോദരി ഡാലി മൗര്യയെ സഹോദരൻ വിവാഹം കഴിക്കാനായിട്ട് ഇടയായി തീർന്നു. So it's been now 2 years since we got married. വിവാഹത്തിന് ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. So God was so grateful for both of us, and He was providing all the needs. അങ്ങനെ ദൈവം വളരെ എല്ലാ ആവശ്യങ്ങളോടും കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിച്ചു. So I would like to tell one incident how God was providing us. എങ്ങനെയാണ് ദൈവം എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോട് കൂടെ ഇരുന്നതിനോടുള്ള ബന്ധത്തിൽ ഒരു ഇൻസിഡന്റ്, ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. My cylinder it didn't went empty for almost 1 year 3 months. ഞങ്ങളുടെ ഗ്യാസ് സിലിണ്ടർ 1 വർഷം 3 മാസം അത് തീർന്നു പോകാതെ ഇരുന്നു. Because we were not at all Lord didn't allowed that cylinder to get empty. We don't know how is that we were using that cylinder continuously for 1 year and 3 months. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കിന്നും അറിയില്ല. പക്ഷേ 1 വർഷവും 3 മാസവും കൊണ്ട് അത്രയും സമയം അത് തീർന്നു പോകാതെ ദൈവം ഞങ്ങളെ പരിപാലിച്ചു. So Lord was so gracious, and He was so he proved in every walks of our life that He is enough for us. അങ്ങനെ ദൈവം എല്ലാ മേഖലകളിലും ഞങ്ങളുടെ പരിപാലകനായി ഇരുന്നു കൊണ്ട് തന്റെ കൃപ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. So and later we also got a contact in another village called Shukratal. അതിനുശേഷം ശുക്രത്താൾ എന്ന് പറയുന്ന ആ പ്രദേശത്തേക്ക് ഞങ്ങൾ കടന്നുപോയി. So now all together and all that in Shukratal also almost for past 1 year we are doing Bible studies there. അങ്ങനെ ശുക്രത്താൽ വില്ലേജിലും ചില മാസങ്ങളായിട്ട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. So we in this almost now recently we got another new contact in a village called Dandera. അതിനുശേഷം ദന്തേര എന്ന പ്രദേശത്തും പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. So totally in 4 villages we are working. അങ്ങനെ 4 ഗ്രാമങ്ങളിലാണ് ഞങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. So now we are also praying to start as another assembly in Shukratal village. അങ്ങനെ ശുക്രത്താൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ മറ്റൊരു കൂടി തുടങ്ങണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. Because here all the villages are very far. കാരണം എല്ലാ ജില്ലകളും വളരെ ദൂരെയാണ്. So yeah, to go to every Sunday we need to travel at least 46 kilometers up and down for worship for this Jasoi. ജസോയി വില്ലേജിൽ തന്നെ 46 കിലോമീറ്ററോളം സഞ്ചരിച്ചു വേണം ഞങ്ങൾ പോകേണ്ടത്. So and Shukratal is in another end almost 35 kilometers. ശുക്രതാൾ എന്ന് പറയുന്ന ഗ്രാമം 34 കിലോമീറ്റർ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. So to go down it will take almost 70 kilometers. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഏകദേശം 70 കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. So these people can't come there, and those people can't come there. അപ്പോൾ ഈ 2 ഗ്രാമങ്ങളിലുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരുവാനായിട്ട് സാധ്യമല്ല. So we need to start in 2 different places. So we are praying for that. You also pray for that. അതുകൊണ്ട് ഈ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. So and brother told by till 8:35 you share testimony, and after that 5 minutes you share the word of God. 8:35 വരെയുള്ള സമയം എനിക്ക് സാക്ഷ്യത്തിനുള്ള സമയമാണ്. അതിനുശേഷം 5 മിനിറ്റ് ഞാൻ ദൈവവചനത്തിൽ സംസാരിക്കുന്നതാണ്. So I would like to take another 5 to 6 minutes for the testimony, and I will try to go to the word of God soon. 5-6 മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിന്റെ വാചകങ്ങൾ അവസാനിപ്പിച്ച് ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. Yeah, the main challenges here where I'm working is here there are so much of evil spirit possession. ആ പ്രദേശത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അവിടുത്തെ ആളുകളിൽ ഭൂതം ബാധിക്കുക എന്നുള്ളതാണ്. So even in our gathering there are 2 people who got delivered from the evil spirit possession, and they are in our gatherings. ഞങ്ങളുടെ കൂടിവരവിൽ തന്നെ 2 പേര് ഭൂത ബാധയിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരാണ്. So it is very real here, and being an engineer I thought this and all is a mental problem, but when I came and see here it was very real. അത് ഒരു ഇവിടുത്തെ വലിയൊരു യാഥാർത്ഥ്യമാണ്. എഞ്ചിനീയർ എന്ന നിലയിൽ എനിക്കത് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അത് മാനസിക പ്രശ്നമാണ് എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. എന്നാൽ അത് ഭൂതബാധ തന്നെയാണ് എന്ന് പിന്നീട് മനസ്സിലായി.
So there were some cases when we were sharing the gospel, the opposite person who was speaking to us well, he became deaf all of a sudden. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെ അത് കേൾവിക്കാർ പലരും ചെവി കേൾക്കാതെ ആകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. So it was so very intense where Satan has blinded their eyes and satanic power is very high. സാത്താന്റെ പ്രവൃത്തികൾ വളരെ തീവ്രമായിട്ട് സാത്താൻ പ്രവർത്തിക്കുന്ന മേഖലകളാണ് അതെല്ലാം. And the second challenge for us is the loneliness, because since my wife especially, and we both sometimes we feel lonely because we don't have a family to reach and have a fellowship with each other. രണ്ടാമത്തെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് അവിടെ വളരെ ഞങ്ങൾ ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്കൊരു ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരോ മറ്റ് സുഹൃത്തുക്കളോ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു വെല്ലുവിളി ഞങ്ങൾ നേരിടുന്നുണ്ട്. So we also pray for that, in case if any family, even as a bivocational, like with work, and they want to do for ministry or a short term, they can really join with us, come here and stay with us for 3 to 6 months or even a year and can work with us. അതുകൊണ്ട് അങ്ങനെ ഈ സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിക്കുവാനായിട്ട് ആർക്കെങ്കിലും ഭാരമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജോലിയുള്ള ബന്ധത്തിൽ തന്നെയാണെങ്കിലും ചില ചുരുങ്ങിയ കാലങ്ങളിൽ നിങ്ങൾക്ക് അവിടെ പ്രവർത്തിക്കാവുന്നതാണ് എന്ന് ഞാൻ ഇപ്പോൾ അറിയിക്കുന്നു. We can help you to get home, we can help you to get a job here, and because we are so familiar here now in this place. ആ സ്ഥലത്തെ കുറിച്ച് ഞങ്ങൾക്ക് വളരെയധികം പരിചയമുള്ളത് കൊണ്ട് അവിടെ നിങ്ങൾ വന്നാൽ ജോലി ലഭിക്കുവാനും വീട് ലഭിക്കുവാനുമായിട്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. Third thing is, here believers are very very basic and their understanding is very weak actually. മാത്രമല്ല മൂന്നാമതൊരു വെല്ലുവിളി എന്ന് പറയുന്നത് അവിടെയുള്ള ആളുകൾ വളരെ അവർ കാര്യം മനസ്സിലാക്കുന്നതിൽ വളരെ പിന്നിലാണ്, വളരെ വിദ്യാഭ്യാസം കുറവുള്ള വ്യക്തികളാണ് അവർ. So doing discipleship is a great challenge here in Uttar Pradesh where I'm working. അതുകൊണ്ട് ആ പുതിയ വിശ്വാസികളെ ശിഷ്യത്വത്തിലേക്ക് നയിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു വെല്ലുവിളിയാണ്. So please pray for that. ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. So prayer points I will share with the dear brother and you can share among the groups. മറ്റ് പ്രാർത്ഥനാ വിഷയങ്ങൾ സഹോദരനുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നു, അദ്ദേഹം നിങ്ങളെ അത് അറിയിക്കുന്നതായിരിക്കും. So my wife is in carrying and she's in her 8th month. God willing on June we have the due date. സഹോദരന്റെ വൈഫ് ഇത് ഡെലിവറിയുടെ 8ാം മാസമാണ്. ജൂണിലാണ് ഞങ്ങളൊരു കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്നത്. So also please remember my father in your prayers, because doctors told him to go for an operation very immediately and he need to go for a very major operation in leg. എൻ്റെ പിതാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുള്ള ബന്ധത്തിൽ ചില ആവശ്യങ്ങൾ ഉണ്ട്. താനും വളരെയധികം ഈ നാളുകളിൽ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. So he is not working now because of his health conditions and there is a lot of need for the operation. ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് വളരെയധികം ആവശ്യങ്ങളുണ്ട്. മാത്രമല്ല തനിക്ക് ഈ കാലയളവിൽ ജോലികളൊന്നും ചെയ്യുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. So please pray for the ministries here, and also we are doing skill development programs, like few students come with us and I'm teaching them English and computer science sometimes in my schedule. മാത്രമല്ല സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമും ഞാൻ അവിടെ ചെയ്യുന്നുണ്ട്. അവിടെ ആ കാര്യത്തെ ഓർത്തും പ്രാർത്ഥിക്കുക. പേഴ്സണൽ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. So really I'm so grateful for the time that is given. So we'll go to the word of God and we'll just have a 5 to 8 minutes of thought. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം വിരമിക്കുന്നു. ഇനി 5-6 മിനിറ്റ് കൊണ്ട് ദൈവവചന ശുശ്രൂഷ ചെയ്ത് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. So the Christian life is a battle. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതൊരു യുദ്ധമാണ്. Since because we are living in a comfortable situation and since we can't able to really realize that we are in battle, it doesn't mean that we are not in a battle. പലപ്പോഴും നാം സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ അല്ല എന്ന് തോന്നുമെങ്കിലും വാസ്തവത്തിൽ നാം എല്ലാ സമയങ്ങളിലും ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. So let's analyze one battle from the word of God
and we can able to derive some spiritual truths from that for our lives. അതുകൊണ്ട് ദൈവവചനത്തിലുള്ള ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു വേദഭാഗം എടുത്തുകൊണ്ട് ആ കാര്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. So this is the first battle mentioned in the whole Bible. This is the first battle in Bible. ബൈബിളിലെ ആദ്യത്തെ യുദ്ധത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. So it is in Genesis chapter 14. അത് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലാണ് കാണാൻ സാധിക്കുന്നത്. So when you read first from verse 1 to 17, 14-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, so you can see a battle between 5 kings and 4 kings. 5 രാജാക്കന്മാരും 4 രാജാക്കന്മാരും തമ്മിലുള്ള ഒരു യുദ്ധമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. But when you read verse 10, എന്നാൽ 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, the 5 kings, they lost the battle against the 4 kings. 4 രാജാക്കന്മാരോടുള്ള യുദ്ധത്തിൽ 5 രാജാക്കന്മാർ പരാജയപ്പെട്ടു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. See, when you see in Numbers 5 kings, which means 5 armies, they should win the battle, right? വാസ്തവത്തിൽ അവരുടെ സൈന്യ ബലം അനുസരിച്ച് നോക്കിയാൽ 5 രാജാക്കന്മാർക്ക് 5 സൈന്യമാണുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരാണ് വാസ്തവത്തിൽ ആ യുദ്ധം ജയിക്കേണ്ട ഇരുന്നത്. See, contextually, if you see that 4 kings, they were actually ruling over this 5 kings in Sodom. മാത്രമല്ല പശ്ചാത്തലം നോക്കിയാൽ ഈ 4 രാജാക്കന്മാര് 5 രാജാക്കന്മാരെ ഭരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു. So it is more like a civil war happening. അപ്പോൾ വാസ്തവത്തിൽ അതൊരു ആഭ്യന്തര യുദ്ധം പോലെയുള്ള ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത്. So this 5 kings get together and thought we will fight against the 4 kings and we will retrieve our kingdom. അങ്ങനെ ഈ 5 രാജാക്കന്മാർ 4 രാജാക്കന്മാർക്കെതിരെ പോരാടി അവരുടെ നഷ്ടപ്പെട്ട ആ രാജ്യമൊക്കെ തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് അവർ യുദ്ധം ചെയ്യുന്നത്. But they lost the war. എന്നാൽ ആ യുദ്ധത്തിൽ അവർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. Why they lost the war? എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? If you see verse 10, 10-ാം വാക്യം ഒന്ന് നോക്കുകയാണെങ്കിൽ, see, they fell into the tar pits. There were tar pits in the ground. സിദ്ധം താഴ്വരയിൽ കീൽക്കുഴികൾ വളരെ ഉണ്ടായിരുന്നു, അവർ ആ കീൽക്കുഴികളിൽ വീണുപോയി എന്ന് നാം വായിക്കുന്നു. See, this is not a strange field for a battle. It was their own field. ഇത് അവർക്ക് പരിചിതമല്ലാത്തൊരു മേഖലയല്ല, വളരെ പരിചയമുള്ള ഒരു സ്ഥലമായിരുന്നു ഈ സിദ്ധം താഴ്വര. They failed the battle in their own turf. എന്നാൽ അവർക്ക് വളരെ പരിചിതമായ സ്ഥലത്ത് പോലും അവർ പരാജയപ്പെട്ടു പോയി. They were unaware about their pits in their own area. അവരുടെ സ്വന്തം സ്ഥലത്തുള്ള കുഴികളെ കുറിച്ച് അവർ ബോധവാന്മാരല്ലായിരുന്നു. So maybe we may also be unaware about some pits in our life, so that we may keep on losing the battle, spiritual battle. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഇതുപോലുള്ള കീഴ്ക്കുഴികളെ കുറിച്ച് നാമും ബോധവാന്മാരല്ലാതെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഇതിൽ വീണു പോകുവാനായിട്ട് സാധ്യതയുണ്ട്. It may be a mindset. ഒരു പക്ഷേ അതൊരു മനോഭാവമായിരിക്കാം. It may be a hidden sins. നമ്മൾ രഹസ്യമായി ചെയ്യുന്ന ഒരു പാപമായിരിക്കാം. Even it may be sins because you are not at all giving time to God. You may not be aware of what's happening in your life. ഒരു പക്ഷേ ദൈവത്തിൽ നിന്ന് നാം വ്യതിചലിച്ചു പോകുന്ന അവസ്ഥയായിരിക്കാം. അതുകൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചെന്നിരിക്കാം. Because of which you may have keep on failing in these battles. അതുകൊണ്ട് ഈ കാരണങ്ങളാൽ ഒരു പക്ഷേ നാം ഈ യുദ്ധങ്ങൾ ഒരു പക്ഷേ പരാജയപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയായിരിക്കാം. So my dear brothers, let's think that what are the pits in our life, in our own battleground, in our own comfort zone, where we are really losing. അതുകൊണ്ട് നമ്മുടെ തന്നെ മേഖലകളിലുള്ള കീഴ്ക്കുഴികൾ ഏതൊക്കെയാണ് എന്ന് ഒന്ന് നമ്മെ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. Then in the chapter, when you come to the last part, ഇനി മുന്നോട്ട് ഞാൻ പോകട്ടെ. അവിടെ അതിന്റെ ആ അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് നാം വരികയാണെങ്കിൽ, Lot was seized by king and he was captured by the king and he is now in the different place. ലോത്തിനെയും കുടുംബത്തെയും ആ രാജാക്കന്മാർ പിടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയതായിട്ട് നാം വായിക്കുന്നു. See, now Abraham, what he is doing is he is gathering his own army, which means his servants
were now become a warriors and they are going for a battle. അങ്ങനെ ലോത്ത് പിടിക്കപ്പെട്ടപ്പോൾ അബ്രഹാം എന്താണ് ചെയ്യുന്നത്? താന് തന്റെ സ്വന്തം ദാസന്മാരെ യുദ്ധത്തിനായിട്ട് അണിനിരത്തുകയാണ്. See, Abraham was a stranger and he is a pilgrim. അവിടെ തീർച്ചയായിട്ടും അബ്രഹാം ഒരു പരദേശിയായിട്ട് പാർക്കുകയായിരുന്നു. The same like us in this world. നാമും പരദേശികളായിട്ട് ഈ ഭൂമിയിൽ പാർക്കുന്നവരാണ്. But he was prepared for a war. എന്നാൽ അബ്രഹാം ഒരു യുദ്ധത്തിന് എല്ലായ്പ്പോഴും തയ്യാറായി. He prepared his whole servants for a war. തന്റെ എല്ലാ ദാസന്മാരെയും ഒരു യുദ്ധത്തിനായിട്ട് താൻ ഒരുക്കി നിർത്തുകയാണ്. We should be always prepared for war, my brethren. പ്രിയമുള്ളവരെ, നാം ഏത് സമയത്തും ഒരു യുദ്ധത്തിനായിട്ട് ഒരുങ്ങിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. Because there is always constant conflict happening between the kingdom of God and the kingdom of Satan. ദൈവ രാജ്യത്തിന് എതിരായിട്ട് സാത്താന്റെ ആ സാമ്രാജ്യത്തിന്റെ ഒരു പ്രവർത്തനം അത് എല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. We can't be ignorant about this. ആ കാര്യത്തെക്കുറിച്ച് നാം എപ്പോഴും ബോധവാന്മാരായിരിക്കണം. See, if you read 14 to 16 verses, 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, see, I'm not reading, so directly I'm telling you the incident. ആ വാക്യം എടുത്തു വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, സംഭവങ്ങൾ പറഞ്ഞു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. See, now Abraham went and he really rescued Lot and everything is now smoothly done. അബ്രഹാം ലോത്തിന്റെ അടുക്കിലേക്ക് പോയി ലോത്തിനെ വിടുവിക്കുന്ന കാര്യം അവിടെ നാം വായിക്കുന്നു. Now after that, the Sodom king, he is speaking to Abraham. അതിനുശേഷം ആ സൊദോം രാജാവ് അബ്രഹാമിനോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. He is telling, give me the people and keep the goods for yourself. എനിക്ക് ആളുകളെ മാത്രം തരിക, സമ്പത്തെല്ലാം നീ വെച്ചുകൊള്ളുക എന്ന് അബ്രഹാമിനോട് പറയുന്നു. But you know what Abraham responded? എന്നാൽ അബ്രഹാം എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്? He raised his hand to the heaven and told, I won't take any goods from you. അദ്ദേഹം സ്വർഗത്തിലേക്ക് കൈ ഉയർത്തിയ ശേഷം നിന്നിൽ നിന്ന് ഞാൻ ഒരു സമ്പാദ്യവും എടുക്കുകയില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. See, Abraham's priority was people, not the possessions. അബ്രഹാം മുൻഗണന കൊടുത്തിരുന്നത് ആളുകൾക്കാണ്, അല്ലാതെ സമ്പത്തിലല്ല. What is your priority, my brethren? പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലെ മുൻഗണന എന്താണ്? Are people your priority or your possessions are your priority? ആളുകളാണോ നിങ്ങളുടെ മുൻഗണന, അതോ നിങ്ങളുടെ സമ്പത്താണോ? God really honors those who honor what he values. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് യഹോവ കൽപ്പിക്കുന്നു. Live a life where people be a priority for you. ആളുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. Not the possessions. അല്ലാതെ സമ്പത്തിൽ നാം മുൻഗണന കൊടുക്കുവാനായിട്ട് പാടില്ല. There are so many people like Lot who are captured by the Satan and they are in the need for a rescue. ഇതുപോലെ ലോത്തിനെ പോലെ അനേകർ പിശാചിനാൽ പിടിപെട്ടിട്ട് സമ്പത്തിന് പുറകെ പോകുന്ന അനേകരെ നമുക്ക് കാണാൻ സാധിക്കും. Like Abraham, we need to go to their place and we need to rescue them by the power of gospel. അബ്രഹാമിനെ പോലെ ആ പ്രദേശങ്ങളിലൊക്കെ കടന്നു ആ ആളുകളെ രക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. Let's think about these mission places where so many people are like Lot, captured by the satanic power. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവർത്തന മേഖലകളിലെല്ലാം ലോത്തിനെ പോലെ സാത്താനാൽ പിടിക്കപ്പെട്ട അന്ധകാരത്തിൽ തപ്പി നടക്കുന്ന അനേകം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. Let our resources, let our talents, let our everything be used for this cause. നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും കഴിവുകളും എല്ലാം ഇങ്ങനെയുള്ള ആളുകളെ രക്ഷിക്കുക എന്ന ദൗത്യത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. May Lord help you all to live according to this word. ഇങ്ങനെ ഒരു കാര്യത്തിനായിട്ട് ജീവിപ്പാനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. Let's be aware of our own pits in our area, in our life. നമ്മുടെ മേഖലകളിലുള്ള കീഴ്ക്കുഴികളെ കുറിച്ച് നാം ബോധ്യമുള്ളവരായി തീരും. And second, always be equipped for the war. Remind Ephesians chapter 6. രണ്ടാമത്, എല്ലായ്പ്പോഴും ഒരു യുദ്ധത്തിനായിട്ട് നാം തയ്യാറായിരിക്കണം. Let's wear the armor of God consciously. സർവായുധം വർഗം അണിഞ്ഞ് യുദ്ധത്തിനായിട്ട് നമുക്ക് തയ്യാറെടുക്കാം. And third thing, let's value people more than possessions. മൂന്നാമതായിട്ട്, സമ്പത്തിനേക്കാൾ അധികമായിട്ട് മനുഷ്യർക്ക്, നഷ്ടപ്പെട്ടു പോയ മനുഷ്യർക്ക് വേണ്ടി നാം
മുൻഗണന കൊടുക്കുന്നവരായി തീരാം. Let's value souls more than our comfort. നമ്മുടെ സുഖ സൗകര്യങ്ങളെക്കാൾ അധികമായിട്ട് നഷ്ടപ്പെട്ടു പോയ ആത്മാക്കൾക്ക് നമുക്ക് മുൻഗണന കൊടുക്കാം. May Lord help you all. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. I thank Lord and also the team for giving this opportunity to share my testimony and also the word. ഇങ്ങനെ ഒരു അവസരം എന്റെ സാക്ഷ്യം അറിയിക്കുവാൻ തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല ചുമതലപ്പെട്ട സഹോദരന്മാരുടെ നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. May Lord's name be glorified. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Amen. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു ശനിയാഴ്ചയിൽ നമുക്ക് കടന്നു വന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തിയതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കർത്തൃദാസൻ വിശാലിൽ നിന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിന്റെ വേലയ്ക്ക് പോകണമെന്നുള്ള അതിയായ ആഗ്രഹം ആ സാക്ഷ്യത്തിൽ കൂടി നാം കേട്ടു. നല്ല വിദ്യാഭ്യാസം എല്ലാം ദൈവം കൊടുത്തു. എന്നിരുന്നാൽ അതൊരു തൊഴിൽ ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കാതെ ആ ദൈവത്തിന്റെ വേലയെക്കുറിച്ചുള്ള ആഗ്രഹം, തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം പലരും മൂലം ആ ആഗ്രഹം സാധിച്ചു കൊടുത്തു എന്നുള്ളതാണ് നാം ഇന്ന് കേട്ടത്. വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലത്താണ് കർത്താവിന്റെ ദാസൻ റൂമായിട്ട് താമസിച്ച് കർത്താവിന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനേക ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം കർത്താവ് ഇടവരുത്തി. ആ പ്രതികൂലത്തിന്റെ മധ്യേ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാനും ആ ദൈവിക സമാധാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും തക്കവണ്ണം ദൈവം കർത്തൃദാസനെയും കുടുംബത്തെയും എടുത്ത് ഉപയോഗിക്കുന്ന ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ ഒരാഴ്ചയും ഒരു സുവിശേഷ കുടുംബത്തെ പ്രിയപ്പെട്ട ദൈവമക്കളോട് ഇന്ന് പരിചയപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം അനുകൂലമായ ഒരു സാഹചര്യം ഇന്ന് തന്നല്ലോ എന്നോർത്ത് ദൈവത്തെ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അനേക കാര്യങ്ങൾ നാം കേട്ടു. ആ കേട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കേണ്ടതാണ്. പ്രിയ സഹോദരന്റെ ഭാര്യ തക്ക നേരത്ത് ഒരു വിടുതലിന്, ഭാര്യയ്ക്ക് തക്ക നേരത്ത് ഒരു വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പിതാവിന്റെ കാര്യം നാം കേട്ടു. ആ കാര്യങ്ങൾക്കെല്ലാം വലിയ ചെലവുള്ളതാണ്. ആ കാര്യങ്ങളെല്ലാം തക്ക നേരത്ത് നടക്കുവാൻ തക്കണം പ്രിയ സഹോദരനെയും കുടുംബത്തെയും ആ വേലയും നമുക്ക് നമ്മുടെ വരും കാലങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. അതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജും സാക്ഷ്യം നല്ല രീതിയിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തക്കണം കർത്താവിന്റെ ദാസൻ പിന്നീട് ജോണിനെയും ദൈവം എടുത്ത് ഉപയോഗിച്ചു. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രണ്ടു പേർക്കും കാൽവരിനാഥത്തിന്റെ മിനിസ്ട്രിയുടെ നാമത്തിൽ ഞങ്ങളുടെ നന്ദിയെയും സ്നേഹത്തെയും ഞങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം പ്രിയ ഉണ്ണി തോബിയാസ് സഹോദരൻ മൂലം നമുക്കിന്ന് കേൾക്കുവാൻ ദൈവം ഇടവരുത്തി. പ്രിയ സഹോദരനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ധാരാളമായിട്ട് കർത്താവിന് വേണ്ടി പാടുവാനുള്ള അവസരങ്ങളും ആരോഗ്യം ബലവും തരുവാൻ തക്കൊണ്ട് ഞങ്ങളും പ്രാർത്ഥനയിൽ ഓർക്കുന്നതായിരിക്കും. ഇതിന്റെ പുറകിൽ അധ്വാനിക്കുന്ന സഹോദരൻ സന്തോഷ് നാത്തി സഹോദരനെയും അതുപോലെ തന്നെ തന്റെ കുടുംബത്തെയും ആവശ്യങ്ങളെ ഓർത്ത് പ്രിയ ദൈവനം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ദൈവമെങ്കിൽ അടുത്ത ആഴ്ചയും ഇതുപോലെ ഒരു മീറ്റിംഗ് ഉണ്ടാകുവാൻ തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളും ഞങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ സഹകരണം പ്രാർത്ഥനയുമാണ് ഈ ഒരു മനുഷ്യത്രത്തോളം അനുഗ്രഹമായിട്ട് തീരുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തിക്കൊണ്ടിരിക്കുന്ന ഓർത്ത് ദൈവത്തെ ഞങ്ങളുടെ സ്തോത്രം ചെയ്യാൻ ഇന്നും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കാലനാഥ മനുഷ്യയുടെ നാമത്തിൽ ഞങ്ങളുടെ നന്ദിയെയും സ്നേഹത്തെയും ഞങ്ങൾ അറിയിക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് സുരേഷ് ബ്രദർ പ്രാർത്ഥിക്കുമോ? ഇവാഞ്ചലിസ്റ്റ് സുരേഷ് ബീഹാർ. ഞങ്ങൾ വാത്സല്യമുള്ള സ്വർഗീയ നല്ല പിതാവായിരിക്കുന്ന ദൈവമേ, ഈ അനുഗ്രഹമായിരിക്കുന്ന സമയത്ത് ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹമായിരിക്കുന്ന ഒരു സാക്ഷ്യം പ്രിയ സഹർ മുഖാന്തരം കേൾക്കുവാനായിട്ട് കർത്താവെ നീ അവിടുന്ന് സഹായിച്ചതിനോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ പിതാവെ, തൻ്റെ ജീവിതത്തിൽ നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും തനിക്ക് നേടാമായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആ ഉന്നതമായിരിക്കുന്ന വേല ചെയ്യുവാൻ, തൻ്റെ പാദസേവ ചെയ്യുവാനായിട്ട് തൻ്റെ ഹൃദയത്തിലേക്ക് കൊടുത്ത നല്ല അഭിപ്രായത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ആ മുസഫർ നഗറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വളരെ എതിർപ്പുള്ള, വളരെ പ്രശ്നമുള്ള, ആർക്കും ഇഷ്ടപ്പെടാത്ത ആ ജില്ലയിൽ പ്രിയപ്പെട്ട ദാസൻ അവിടെ പോകാനും അവിടെ വേല ആരംഭിക്കുവാനും
അവിടെ ചില കൂടുതലുകൾ ഉണ്ടാകുവാനായിട്ട് കർത്താവെ പ്രിയപ്പെട്ട ദാസനെ എടുത്ത് ഉപയോഗിക്കുവാനായിട്ട് നീ സഹായിച്ചല്ലോ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് അതിനെ ഈ സാക്ഷ്യം കേൾക്കുവാനായിട്ട് കാൽവറി നാദത്തിലൂടെ അറിയപ്പെടുവാനായിട്ട് അവിടുന്ന് സഹായിച്ചതിനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ പ്രിയപ്പെട്ട ദാസന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ ഉണ്ടാകണം. പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ നല്ലൊരു ഡെലിവറി ഉണ്ടാകുവാനായിട്ട് കർത്താവ് നിന്റെ കൃപ തന്റെ ദാസന് മേൽ ഉണ്ടാകുവാൻ, അവർക്ക് അത് സന്തോഷകരമായി തീരുവാൻ, അത് ഒരുമിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നതായി തീരുവാൻ കർത്താവിനെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സഹോദരന്റെ ഫാദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മുട്ടിന്റെ മാറ്റിവെക്കുന്ന ഒരു ശസ്ത്രക്രിയ ആവശ്യമാണ്. അതിനൊത്തിരി ചെലവ് കൊണ്ട് കർത്താവ്, എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഭണ്ഡാരത്തിന് യാതൊരു കുറവില്ലാത്തായിരിക്കുന്ന നിങ്ങളുടെ കർത്താവെ നീ അവിടുന്ന് ഒരുക്കി വഴികൾ തുറന്നു കൊടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തന്റെ വേലയെ ഓർക്കണം, തന്റെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അതിനായിരിക്കുന്ന സാഹചര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, തന്റെ അവസ്ഥയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തനിക്ക് ഒരു കൂട്ടുസഹോദരന് ആവശ്യമാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ക്രമീകരണം ചെയ്യാമെന്ന് താൻ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരനെ സഹായിക്കണം, അനുഗ്രഹിക്കണം. നിന്റെ പൊന്നുകരങ്ങളെ സമർപ്പിക്കുന്നു. ഈ സൂമിലൂടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവർ ഓർക്കണം, അനുഗ്രഹിക്കണം. കർത്താവെ ഈ മീഡിയ കർത്താവ് ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാര് എടുത്ത് കർത്താവെ അത് ചെയ്യുവാനായിട്ടുള്ള മനസ്സും താല്പര്യം കൊടുത്തനായ സ്തോത്രം. കർത്താവിന് പിന്നിൽ അധ്വാനിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവർക്ക് വേണ്ട കൃപയും മറ്റു കാര്യങ്ങളൊക്കെയും ചെയ്തു കൊടുക്കുവാൻ കർത്താവെ സഹായിക്കണമേ. നിന്റെ തിരഹിതമെങ്കിൽ ഇനി അടുത്ത ശനിയാഴ്ച കർത്താവ് അനുവദിക്കുമെങ്കിൽ വീണ്ടും കാണുവാനുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ ആയിരിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. സകലമാന മഹത്വം സ്വന്തം രക്ഷാപിതാവുമായ സ്വർഗീയ പിതാവെ അവിടുന്ന് സ്വീകരിക്കുമാറാകണമേ. ആമേൻ.